നമ്മുടെ ആത്തമരത്തേല് ആത്തച്ചക്ക പിടിക്കാതെ ഒരു 5 വർഷം കൊണ്ട് പൂക്കൾ മാത്രം ഉണ്ടായിക്കൊണ്ടായിരുന്നത്. ഈ തവണ എന്തായാലും ഇത് വെട്ടിക്കളയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞങ്ങള്. അത്ഭുതമെന്ന് പറയട്ടെ, ഇതിനകത്ത് നമുക്ക് ഈ തവണ ഒരു 5-6 ആത്തച്ചക്ക പടപടാന്ന് പിടിച്ചു. ഈ അത്ഭുതം എങ്ങനെയാ സംഭവിച്ചതെന്ന് പറയട്ടെ. ഒരു 6 മാസം മുന്നേ നമ്മൾ നമ്മുടെ ആത്തമരത്തേല് ഒരു മോതിരവളയം ഇട്ട് കൊടുത്തു. ഈ മോതിരവളയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന് സ്വർണ്ണ മോതിരമൊന്നും അല്ല ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ സ്കിന്ന് തന്നെ റൗണ്ടിൽ മോതിരത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതങ്ങനെ മരം നമ്മളങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കായൊക്കെ പിടിക്കാതെ നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മോതിരവളയം ഇട്ട് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നല്ല പഴുത്ത് തുടുത്ത ആത്തപ്പഴങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരെണ്ണം നമുക്ക് കിളിയൊന്നും കൊത്താതെ നമുക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തപ്പോൾ ഉണ്ടല്ലോ, മരത്തിൽ നിന്ന് തന്നെ പഴുത്തത് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്കൊരു ആത്തപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ പറിച്ച് കഴിക്കാൻ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പൂക്കാതെയും കായ്ക്കാതെയും വെട്ടിക്കളയാനൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ വെട്ടുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ മോതിരവളയം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.